ശ്രമിക്കുന്നത്. പോലീസിനെ വിളിക്കണം. ബസോണ്ണ, പോലീസ് വന്ന നഷ്ടം നിങ്ങൾക്കാ. ഇത് കള്ളനോട്ടൊന്നുമല്ല, ഒറിജിനൽ നോട്ട് തന്നെയാ. ഇത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ശമ്പളക്കാശ. അത് പോലീസിന് മനസ്സിലായ ഇത് തിരിച്ചു കൊടുക്കാൻ പോലീസ് തന്നെ വാസോണനോട് പറയും. 15,000 രൂപ എന്നാ 30,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടാ വാസോണ്ണന് ഡൗട്ട് അടിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇരട്ടി പണം കൊടുക്കുന്നതെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിന്റെ കാരണം മനസ്സിലായ വാസോണ്ണ നിങ്ങൾക്ക് പണം തിരിച്ചു തരും. അതെ വാസോണ്ണ, ഇതൊരാളുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ ശമ്പളപ്പണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് കളഞ്ഞുപോയത്. അവൾ എന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളമായത്. അതുകൊണ്ട് തന്നെ ഈ കാശിനോട് അവൾക്ക് നല്ല സെന്റിമെന്റ്സ് ഉണ്ട്. ഇത് തന്നെ തിരിച്ചു കിട്ടണമെന്ന് അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഈ കാശ് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നാൻ തുടങ്ങും. സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സിൽ കയറി പറ്റാൻ എന്റെ മുന്നിലുള്ളൊരു വഴിയായത്. അതുകൊണ്ട് 15,000 രൂപയ്ക്ക് 30,000 വിലയിടുന്ന പൊട്ടനാവാൻ എനിക്ക് മടിയില്ലാത്തത്. ദയവ് ഇത് വാസവണ്ണന് എനിക്കിത് തരണം. ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യൂ. വാസവണ്ണൻ പറഞ്ഞ എന്ത് ഞാൻ ചെയ്യും. ഉറപ്പ്? ഉറപ്പ്. ഞാൻ എന്താ ചെയ്യണ്ടേ? വാസവണ്ണൻ പറയൂ. നീ അവിടെ ഒരു വണ്ടി കിടക്കുന്ന കണ്ടോ? കണ്ടു. ഇനി ഇവിടെ നോക്ക്. അതെല്ലാം ആ വണ്ടി കയറ്റാനുള്ളതാ. നീ ഒറ്റയ്ക്ക് അത് മുഴുവൻ എടുത്ത് ആ വണ്ടി കയറ്റിയ കൂലിയായി നിനക്ക് ഈ പണം ഞാൻ തരും. സത്യമാണോ? വാസോണ്ണന് വാക്കൊന്നേയുള്ളൂ. അതെ, വേണ്ട, അപകടമാ. പഴയ ഇരുമ്പും തുരുമ്പും കുപ്പിച്ചിലും ഒക്കെ ഇത് തലയിലും മുഖത്തൊക്കെ കുത്തിക്കേറും. സാരമില്ല, പാറുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് ആ കാശ് കിട്ടിയേ പറ്റൂ. ചേട്ടൻ ഓട്ടോ പോയിരിക്കും. നോക്കടാ, എന്ത് ചെയ്യാനാ? ഇവനെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെന്ന് എനിക്കറിയാലോ. പട്ടി അണയ്ക്കുന്നത് പോലെ അണയ്ക്കുന്നത് കണ്ടില്ലേ? ഇത് നിന്റെ മിടുക്കൊന്നുമല്ല, നിന്റെ ഉള്ളിലെ പ്രണയത്തിന്റെ ശക്തിയാ. നീ പ്രേമിക്കുന്ന പെൺകുട്ടി ഭാഗ്യവതിയാ. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരാളെയല്ലേ അവൾക്ക് കിട്ടിയത്. ഞാൻ വാക്കു പാലിക്കുന്നു.
ദാ കുടിക്ക്. ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കാമുകന്മാർ എന്റെ ഈ ഓട്ടോയിൽ കയറാറുണ്ട്. അതിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഉണ്ടാവും. അവരുടെ സംസാരവും ചിരിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം വരും. പ്രാരാബ്ധങ്ങൾ കാരണം പ്രേമിക്കാൻ മറന്നുപോയത് ഓർത്ത്. പ്രേമം അതൊരു സുഖമുള്ള ഏർപ്പാട് തന്നെ ചേട്ടാ. ഉണരുമ്പോ തൊട്ട് ഉറങ്ങാൻ പോകുന്ന സമയം വരെ മനസ്സിൽ കൊണ്ടു നടക്കാൻ ഒരാള്. അതിന്റെ ഒരു സുഖം അനുഭവിച്ചറിയണം. പാർവതിയോടുള്ള സ്നേഹത്തിന്റെ ആഴം നിങ്ങൾ ആ ലോഡ് ചുമക്കുന്ന കണ്ടപ്പോ മനസ്സിലായി. എന്തായാലും വാസുണ്ണം പറഞ്ഞതുപോലെ ആ കുട്ടി ഭാഗ്യം ചെയ്തവളാ. ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ അല്ലേ കിട്ടിയത്. ഞാൻ അവളെ സ്നേഹിക്കുന്നത് അവൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അവള് പോലും അറിയാതെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുക, അവൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുക, ഇത് എന്ത് പ്രേമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ അറിയാതെ പ്രേമിക്കുന്നതും ഒരു സുഖം തന്നെയാ. അവളോട് തുറന്നു പറയാതെ എങ്ങനെയാ നിങ്ങളുടെ പ്രേമം വിജയിക്കുക? പറയണം, ഒരു ദിവസം ഞാൻ പറയും. പാർവതി എന്റെ പ്രേമം സ്വീകരിക്കുന്നതിന് എന്റെ വിശ്വാസം. തുറന്നു പറയാൻ അധികം വൈകണ്ട കേട്ടോ. നിങ്ങളെ പോലെ വേറെ ആരെങ്കിലും അവളെ പ്രേമിക്കുന്നുണ്ടെങ്കിലോ? പാർവതി, മാഡം ഇനിയും കിടന്നില്ലേ? ഇല്ല, ഞാൻ പാർവതി വരുന്നത് നോക്കി ഇരിക്കായിരുന്നു. കൈലാസിനിപ്പോ എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. ഗാർമെന്റ്സിലെ ജോലിയും അവിടുത്തെ ജോലിയും ഒക്കെ ചെയ്ത് നീ നന്നായി തളർന്നിട്ടുണ്ടാവും. പോയി കിടക്ക്. ആ, മാഡം, ഞാൻ ഹോസ്റ്റൽ ഫീസ് അടച്ചില്ല. മാഡത്തിന്റെ കയ്യിലാണോ തരേണ്ടത് അതോ സിസ്ലി ചേച്ചിയുടെ കയ്യിലാണോ കൊടുക്കേണ്ടത്? നിന്റെ ഹോസ്റ്റൽ ഫീസ് അടച്ചു. ഇല്ല മാഡം, ഇന്നലെ തന്നെ തരണമെന്ന് കരുതിയതാ. ആ തിരക്കിനിടയിൽ പറ്റിയില്ല. മാഡം, ഞാൻ പറഞ്ഞത് സത്യ പാർവതി. മീരയും ജെനിഫറും ആയിഷയും കൂടി നിന്റെ ഹോസ്റ്റൽ ഫീസ് അടച്ചു. പലയിടത്ത് നിന്നായി വന്ന 4 പെൺകുട്ടികൾ ഒരു കുടുംബമായി മാറുന്ന മാജിക്കാ ഞാൻ കണ്ടത്. കൂട്ടുകാരികളായാൽ അങ്ങനെ വേണം. ഹോസ്റ്റൽ ഫീസ് അല്ലേ അവർ തന്നുള്ളൂ, മെസ് ഫീസ് തന്നിട്ടുണ്ടാവില്ലല്ലോ. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിന്റെ മെസ് ഫീസ് ഞാൻ അടച്ചു. എന്തിനാ മാഡം? എന്തിനാ കാരണം ചോദിക്കുന്നെ? കാരണം അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എന്റെ ചുമൽ നിന്റെ അമ്മയുടെ ചുമലായി നീ സങ്കല്പിച്ചില്ലേ?